ഇരുന്നിട്ട്. എന്നാ ശരി. ആ, പിന്നെ കാണാം. എടി, ഇച്ചിരി വെള്ളം കോരി വെച്ചേടി. വെക്കം വേണം, എനിക്ക് പരിമല വരെ പോകാനാ. അല്ലേ പൊന്നപ്പനേമാൻ എപ്പോ വന്നു? കഴിഞ്ഞ വൃശ്ചികത്തിൽ കണ്ടയാ. ഓ, പോവാനില്ലോടാ. എന്തോ പറയാനാ, കാര്യമുണ്ടേ വന്നേ പറ്റത്തുള്ളല്ലോ. ചെറുപുരയിൽ അമ്മച്ചി പറഞ്ഞായിരുന്നു വരുമെന്ന്. തമ്പ്രാട്ടയും കൊണ്ട് പോവാനേ. അയ്യോ ഏമാനെ, മാറി നിക്കണേ. ആണ്ടേ അതിന്റെ മൂട്ടിലേ കാലം പാമ്പുണ്ട്. വിരിക്കത്തറയിലെ ചെക്കനെ കൊത്തിയ കരിമൂർക്കനാ. ഒറ്റ നാഴികയ്ക്ക് കഴിഞ്ഞ്. കരിമൂർക്കനാ, കരിമൂർക്കൻ തന്നെ. എന്നാലേ കാലവെത്തിയാൽ ഏത് കരിമൂർക്കനും പിടി തന്നേ പറ്റത്തുള്ളു. ചെല്ല് ചെല്ല്, എനിക്കന്നേ നിൽക്കാൻ നേരമില്ല. ചെല്ല്. കൽപ്പനകൾ കാലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ കാലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ? കുട്ടിയമ്മേ, എന്തവാ എന്തവാ അമ്മച്ചി? അപ്പന് നിന്നോട് ഒരു കൂട്ടം പറയാനുണ്ട്. അപ്പാ, എന്തവാ? എന്തവാ എന്തവാ ഉണ്ടായേ? പറ അപ്പാ. അപ്പന് വയ്യായോ? അപ്പന് വയ്യ. അപ്പൻ ഇനിയും വയ്യാതായേക്കുവാ. ഇത്രയും കാലവും അപ്പനൊന്നും വയ്യായിരുന്നു. ഇപ്പോ അപ്പന് തീരെയും വയ്യാതായി. ഒടുക്കം ഇവിടുന്ന് ഊണും കഴിച്ചേച്ചിറങ്ങി നടക്കുമ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞ് ഇപ്പോഴും ജപിക്കാതെ നിൽക്കുക. എടാ, വയസ്സായ ഊന്നി നടക്കാനെ കൊണ്ട് ഒരു വടിയാ വേണ്ടേന്ന്, അല്ലാതെ കണ്ട് പിള്ളേർ വരുന്ന പായും തലയണയും അല്ലാന്ന്. എനിക്ക് പഴച്ചെന്ന് തോന്നിയപ്പം അപ്പൻ അത് പറയാൻ കഴിഞ്ഞു. അപ്പൻ ഞങ്ങൾക്കെല്ലാവർക്കും തന്നേച്ചേ ഉള്ളൂ. ശ്വാസം പോകുമ്പോഴും അപ്പന് വല്ലതും മക്കൾക്ക് തരാനേ കാണത്തുള്ളൂ. പക്ഷേ എനിക്കതിനാവത്തില്ലല്ലോ കർത്താവേ. എന്തവാന്ന് അപ്പൻ തെളിച്ചു പറഞ്ഞാട്ടെ. തെളിച്ചും മറിച്ചും പറയാനെ കൊണ്ട് നിനക്കറിയാത്തതൊന്നുമല്ല. ചിലപ്പോഴ് അപ്പനേക്കായി നിനക്ക് അതറിയുന്നേ. ഈ വീടിന്റെ ആധാരം പണയപ്പെട്ടിരിക്കുവാന്നറിയാൻ വയ്യായോ നിനക്ക്? കടബാക്കിയും പലിശയെല്ലാം കൂടെ വീടിന്റെ മോന്തായം വരെ കയറിയേക്കുക. കുറ്റിയിലെ പാപ്പച്ചായനെയും കണ്ടേച്ചു എന്നുള്ള നിപ്പാ ഇത്. കർത്താവേ,
കാര്യം ചോദിച്ചാ നീട്ടി കാണിക്കാനെ കൊണ്ട് ഒഴിഞ്ഞ 2 കയ്യേ ഉള്ളല്ലോ. കുഞ്ഞേ, എന്തുവാ പറയേണ്ടതെന്ന് അറിയാൻ വയ്യ എനിക്ക്. കടബാക്കിയും പലിശയും എല്ലാം കൊണ്ട് ഇപ്പോ ഈ വീടിന്റെ വില പറഞ്ഞേക്കുന്നതിന്റെ കൂട്ടാ. അപ്പനായിക്കൊണ്ട് 1/4 ചക്രം കൂട്ടി വെച്ച് പണിയിച്ചു തന്നതായി ഈ വീട്. അങ്ങേരുടെ കണ്ണടയുന്ന കാലത്തിന് മുമ്പ് ഇത് കൈവിട്ടു പോകുന്ന എനിക്ക് സഹിക്കത്തില്ല. പിന്നെ 2 കൈയും നിവർത്തി വെച്ച് ഞാൻ ഉയരോടിരിക്കുന്നതിന് അർത്ഥമില്ലാണ്ട് വരും. അപ്പാ, എനിക്കറിയായിരുന്നു എങ്ങനെ ഒരു ദിവസം വരുമെന്ന്. കണ്ണിന്റെ മുമ്പിൽ കാണുന്നതിന് വലിയ ഉറപ്പൊന്നുമില്ലെന്ന് എനിക്കറിയായിരുന്നു. 4 ചുവരും കൂടി ഇടിഞ്ഞു വീഴുന്നതിന് മുമ്പേ ഇവിടുന്ന് പൊയ്ക്കോണമെന്നാ എല്ലാരും എന്നെ ഉപദേശിച്ച്. മരിക്കുന്നതിന് മുമ്പേ റാഹേലമ്മയും അതാ പറഞ്ഞു തന്നെ. കുട്ടിയമ്മേ, അപ്പനെ നീ രക്ഷിക്കണം. നീ വിചാരിച്ചാലേ ഇനി അത് നടക്കത്തുള്ളൂ. ഉള്ളേ ഒരു വരുമാനമുള്ളത് നീയാ. ആരേലും തരുന്നതിലും 2 ചക്രം നിനക്കേ തരത്തുള്ളൂ. നീ ഒരു വാക്ക് പറഞ്ഞ കുറ്റിയിലെ പാപ്പിയെ ഞാൻ ഇച്ചിരൂടെ പറഞ്ഞു നിർത്താം. കുട്ടിയമ്മേ, അപ്പം പറയുന്നത് നീ കേട്ടില്ലോടി? കരക്കാരുടെയും ഇണങ്ങളുടെയും മുമ്പിൽ പഞ്ഞം പറയിപ്പിക്കാതിരുന്നാ മതി. അല്ലാതെ കണ്ട അപ്പനൊന്നും വേണ്ട. കടബാക്കി തീർന്ന വേണേ അപ്പൻ ഈ വീട്ടിൽ നിറയെ തന്നേക്കാം. അപ്പാ, സർക്കാർ സ്കൂളിലെ വേലക്കുള്ള കൂലി അപ്പനറിയാൻ വയ്യാത്തല്ലോ. 3 ഇടം കൂടെ ഒപ്പിച്ച പിന്നെ 3/4 ചക്രവാ ബാക്കി. പിന്നെ ഇനിയുള്ള എന്റെ ജീവിതമാ. അതിന്റെ വില വേണം അപ്പന് തരാൻ. മോളെ, അപ്പനോട് പറഞ്ഞേ രമച്ചി, എന്താവാന്ന് വെച്ചാ ചെയ്തോളാന്ന്. ഞാൻ പിന്നെ എന്തോ വേണമെന്നാ അതുകൂടെ പറഞ്ഞാട്ടെ. ഈ വാതിലും കഥ അടച്ചിട്ട് തീ കൊളുത്തിയെ വെച്ച് ഞാൻ ഇതിനകത്തിരുന്ന് ചാവണോ? അന്നേ പറ, അത് നീ തന്നെ പറഞ്ഞാട്ടെ. നേരം 3 കഞ്ഞി കഴിച്ചോണ്ടാട്ടെ. കഞ്ഞിയെ നെയ്യും പാലും ഒന്നും ഒഴിച്ചേക്കല്ലേ. ഇച്ചിരി ഇന്തിപ്പ് പൊടിച്ചിട്ട് ചുട്ടരച്ച ചമ്മന്തി മതി. പിന്നെ കാലത്തും ഉച്ചയ്ക്കും കിടക്കാൻ നേരത്തും കഷായം കഴിക്കണം. കാലത്തെ ഘൃതം വേണം. പിന്നൊരു ഗുളികയുണ്ട്, അത് കഞ്ഞിത്തളിക്കകത്ത് അരച്ച് ചേർത്ത് ദിവസം 4-5 വട്ടം കുടിച്ചോണം. ദീനം കയറി വല്ലാതായേക്കുക. പറയുന്ന മരുന്നും പത്തും തെറ്റാ ഇയാൾക്ക് വേറെ പണി നോക്കേണ്ടി വരുമേ. ഇയാൾ ഞാൻ പറയുന്ന കേട്ടോണം. ഹരിയാസോ, ഇയാൾ കേട്ടേ? വല്ലതും കഴിച്ച് ദീനം കയറി പിഴച്ച ഇയാൾക്ക് തന്നെ അതിന്റെ കേട്. ഓ, ഇയാൾ മുങ്ങിറപ്പിച്ചൊന്നും നോക്കണ്ട. കുറുപ്പച്ചൻ പറയുന്ന നേരാ. ഇന്നാളെയും ഇയാൾക്ക് മരുന്ന് തന്നേച്ച് ഇനി ആഴ്ച തരത്തില്ലെന്ന് വിചാരിച്ച തന്നന്തരം കഴിക്കാൻ കൊടുത്തും പത്യവും കുറിച്ച് ഇയാൾ ചെന്ന് ചാലക്കോണത്തെ ഷാപ്പിന് തെരണ്ടിക്കറിയും മേടിച്ച് തിന്നേച്ചും ദീനം പഴപ്പിച്ച് വരുന്നും കാട്ടെ. ഇയാൾ ചെല്ല്. ചാലിക്കോണത്തെ ഷാപ്പ് കണ്ട കീപ്പോട്ട് നോക്കിക്കൊണ്ട് നടന്നോണം. കീപ്പോട്ട് നോയിക്കൊണ്ട് നടക്കുന്നേ ഇയാടെ പണിയാ. മനുഷ്യന്റെ മുന്നിക്ക് നോയിക്കൊണ്ടാ ഞാള് നടക്കുന്നേ.
ഇയാൾക്കെന്താ തമച്ചയുണ്ടോ? അല്ലേ നോക്കിക്കോണേ, കിഴക്കേ മുക്കിന് മാട കൂട്ടുകൊണ്ട് കാലും മുണക്കിരുന്നേ അവൻ. അവന് നാക്കോറ്റേക്കുന്നുണ്ടോ? ആന്ന് നേരാ. ഇത്തിരി വായുവിന്റെ മരുന്ന് ഇങ്ങോട്ടെ. നേരം തെറ്റി ഒരു തേയില വെള്ളം കഴിച്ചു. അപ്പ തുടങ്ങിയതാ ഇറച്ചിയേറ്റം. അല്ല വല്ലതും പറഞ്ഞിട്ട് എന്തുവാ, നമ്മുടെ വയറും കൊള്ളത്തില്ലേ? ഇവനെ മരുന്ന് കൊടുത്തും കാര്യമില്ല കുറിപ്പച്ച. ഷാപ്പ് കണ്ട അവൻ കേറും. പിന്നെ വല്ലതൊക്കെ വാരി വലിച്ച് തിന്നുകയും ചെയ്യും. ദീനം മൂത്താൽ പിന്നെയും വരും മരുന്നിന്. പിന്നെ ഈ പറയുന്ന ആരാ? കരിമനക്കിലെ ഷാപ്പിൽ തലയും മുണ്ടോട്ടുകൊണ്ട് കയറുന്ന ഞാൻ എത്ര പ്രാവശ്യം കണ്ടയാ എന്റെ പൊന്നച്ചോ. കരിമ്പനക്ക ഷാപ്പിൽ നിന്ന് കുറിച്ച് വറുത്തേം കള്ളി കഴിക്കുന്നേ ഞാൻ ഇപ്പൊ ആലോചിച്ചേ ഉള്ളൂ. ചിപ്പൻ ചിപ്പൻ ചിരട്ടയും ചിരട്ടയ്ക്കൽ തരിപ്പണം വട്ടമൊട്ട കുറിച്ചിയും പതഞ്ഞകളും ഇഷ്ടമൊത്ത ജനമൊത്ത വട്ടമിട്ടു കുടിച്ചപ്പോ വിട്ടപ്പട്ടി കൂട്ടം വന്ന് കിറിയും നക്കി. എങ്ങനെ കുറിപ്പച്ച? ചിപ്പൻ ചിപ്പൻ ചിരട്ടയും ചിരട്ടയ്ക്കൽ തരിപ്പണം വട്ടമൊത്ത കുറിച്ചിയും പതഞ്ഞ കള്ളും ഇഷ്ടമൊത്ത ജനമൊത്തു വട്ടമിട്ടു കുടിച്ചപ്പോ വിട്ടപ്പട്ടിക്കൂട്ടം വന്ന് കിറിയും നക്കി. കണ്ടവന്റെ കട്ടവനെ കെട്ടിയോളെ തല്ലിയോനെ കടവിലെ കല്യാണി നിന്റെ അച്ചിയല്ലോടാ. ആണ്ട് ഇതങ്ങ് കഴിച്ചാട്ടെ. കുറിപ്പച്ചോ ലോണ്ട് ഇല്ല വരുന്ന പൊന്നപ്പം പോലീസ് അല്ലയോ? ആന്നു അല്ലേ അച്ഛയെ വിളിച്ചോണ്ട് പോവാന്നല്ലോ. കണ്ടവന്റെ കെട്ടവനെ കെട്ടിയോളെ തല്ലിയോനെ കടവിലെ കല്യാണി നിന്റെ അച്ചിയല്ലോടാ. നീ ഇവിടെ നില്ലേ, ഞാനിപ്പോ വരാം. കണ്ടവന്റെ കെട്ടവനെ കെട്ടിയോളെ തല്ലിയോനെ കടവിലെ കല്യാണി നിന്റെ അച്ചിയല്ലോടാ. കുറുപ്പച്ചോ എന്താവാ പാട്ട് തന്നാണോ ഇപ്പോഴും? നമുക്ക് പാട്ടല്ലേ ഉള്ളു പൊന്നപ്പാ. ഇയാൾക്ക് ഇതേ ഉള്ളോ പണി? എന്താ പാടു? എന്തോ പണിയെന്നാ? വാവിന് പെമ്പിളെ കൊണ്ടുവിടും, പിന്നെ സംക്രാന്തിക്ക് വന്ന് കൂട്ടിയച്ചും പോവും, പിന്നെ ആണ്ടുപറപ്പിന് പെണ്ണും പിള്ള കറുവരേല, വിഷുവിന് കഴിഞ്ഞിട്ട് അങ്ങ് എണ്ണക്കാട്ടുന്നു. അല്ലേ ഇനിയെങ്കിലും നിർത്തിക്കൂടായോടോ? അല്ലേ വല്ലവരും പറയുന്നതിന് വല്ല കേടുകൊണ്ടോ? അതിന് ഇയാൾക്കെന്താ വേണമെന്നാ? കുറുപ്പച്ചോ പൂച്ച കയറി പൊന്നിന്റെ കണക്ക് പറയുന്നത് ശരിയല്ലേ? ഞാൻ പറഞ്ഞേ, എന്നെ കൊണ്ട് ഇയാൾ പറയിപ്പിക്കല്ലേ, ഒന്ന് പറഞ്ഞുകൂടു പോയി തരേ. ഇയാൾക്ക് ഇഷ്ടമില്ലേലും എനിക്ക് പറയാനുള്ള ഇയാളുടെ മുന്നിച്ചു നോക്കി ഞാൻ പറയും. കരക്കാരി ഇയാൾ ഇല്ലാത്തപ്പോ പറയും, ഞാൻ നേരിട്ട് പറയും. പിന്നെ ഇയാൾക്ക് പറയാനെ കൊണ്ട് വല്ല പുത്തൻ കാര്യമുണ്ട് നിന്ന് പറഞ്ഞേച്ച് പോണേ. ഇയാൾ കുറയ്ക്കാൻ പറ്റും വേണ്ട. അല്ലേ വന്നേച്ച് തന്നി പറഞ്ഞ് പിണങ്ങാന്ന്. പിണങ്ങാതെ ഇയാൾ ഇയാൾ അച്ഛയെ നാക്കിനാള് പെരെ കൊണ്ട് വിടുന്നെന്ന് ഒരു പറച്ചില് കരയിലുണ്ട്. അത് പറയുന്ന നേരല്ലയോ? ചേടാ അതിന് കരക്കാർക്ക് എന്തോ വേണമെന്നാ? അങ്ങനെ പറഞ്ഞാ കൊള്ളാവോ? ഈടോ പെമ്പിള്ളയോട്ടുള്ള വഴക്കും വെക്കാണോ ഒക്കെ പെരക്കകത്ത് അറിയാവുള്ളെന്ന്. അല്ലാതെ പെമ്പിള്ളയും പിള്ളേരെയും ആണ്ടെ കണ്ടില്ലേ വഴി കൂടെ വലിച്ചഴിച്ചോണ്ട് പോയാൽ എങ്ങനെയാന്ന്? എടോ പെണ്ണും പിടക്കോഴിയും ഉണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ചെയ്യും. ഇയാള് രണ്ടു കെട്ടിയില്ലോടൂ, എന്നിട്ട് ഇയാളെ കൂടെ പൊറുക്കാനെ കൊണ്ട് ഒരെണ്ണമില്ലേ? പിന്നെ ഇയാളൊന്നും സംസാരിക്കണ്ട, ഇയാള് പോയി ഒരെണ്ണത്തെ ഒപ്പിച്ചോണ്ട് വാ. അല്ലേ കരക്കാര് പറയുന്ന ഇയാൾക്ക് പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ 2-3 ബന്ധമെന്നാ. എന്താ വൈദ്യരെ പറയുന്ന നേരല്ലയോ? കരക്കാരങ്ങനെ പറയുന്നില്ലയോ? പറ വൈദ്യരെ അതുകൂടെ പറഞ്ഞാട്ടെ. പിന്നെ വൈദ്യരെ ഇല്ല കൊയമ്പ് ഒരിച്ചിരി കൂടെ വേണം. പിന്നെ വൈദ്യർ ഇന്നാളി പറഞ്ഞ രസായനവും എണ്ണയും വേണം. അത് ശരി. മരുന്ന് കുറിച്ച് കഴിഞ്ഞ കർക്കിടകത്തിലാ. എടോ എണ്ണയും തൈലും തൽക്കാലം ഇരിപ്പില്ല, രസായനം ഉണ്ടാക്കിയാലേ കാണത്തുള്ളൂ. ഇയാളൊരു കാര്യം ചെയ്യും, അരമാംസ രസായനം ഇരിപ്പുണ്ട്, പ്രായമായി വരില്ലയോ? അത് വന്ന് ഒരു 2 റാത്തർ വാങ്ങിച്ചുമ്പോ നല്ല രഹസ്യ സാധനം ഇല്ലയോ? ഇച്ചിരി പെമ്പിളക്കും കൂടെ കോട് ദേഹം നന്നാവൂല്ലയോ? എന്നാ ഇച്ചിരി ഇങ്ങാട്ടെ.
ഇത് ഈ കാട്ടിൽ ഇനി എന്തോ നന്നാവാനാടോ? നന്നാവാൻ തീരുമാനിച്ച ഇനിയും നന്നാവൂടോ ഇല്ലയോ വൈദ്യരെ? പിന്നെ അല്ലയോ പൊന്നപ്പ, ആ നന്നാവുന്നതിന്റെ അസൂയല്ലയോ കരക്കാർക്ക്? അതെ വൈദ്യരെ, ഉം. ഇഞ്ഞൊന്ന് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്തുവാ പൊന്നപ്പ? അതേ, വടക്കൻ തലയിലെ നമ്മുടെ ചെറുതുണ്ടിയിലെ കൊച്ചാപ്പിച്ചാന്റെ വീട്ടിന്റെ മുമ്പിലെ റോഡിനോട് ചേർന്ന് ഒരു പെരേട ഉള്ളതേ, ആരാണ്ട് വാങ്ങി പെര വെക്കുന്ന കണ്ട്. അതാരാ വൈദ്യരെ വാങ്ങിയേ? ചെറുതുണ്ടി കിഴക്കേത്തോ? ആണാണ്, കിഴക്കത്തെ വലിയ പെരേടം. ആ അതോ? അതീ പെര വെക്കുന്ന നമ്മുടെ കല്ലുവിളയിലെ കുഞ്ഞെറുക്കനല്ലയോ? അല്ലേ, നമ്മുടെ മേലെഴുത്ത കുഞ്ഞേനച്ഛന്റെ മോൻ കുഞ്ഞെറുക്കനോ? ഇയാൾക്കറിയത്തില്ലയോ നമ്മുടെ കുഞ്ഞെറുക്കൻ? എനിക്കറിയാവുന്നേ ഉള്ളു, അതിനും മാത്രം പഴക്കമില്ലെന്നേ. എന്താ ഉം, ഉം. ഇയാൾക്ക് ആ പൊരയിടത്തിൽ നോട്ടമുണ്ടായിരുന്നു തോന്നുന്നു. ആ, ഒരു നോട്ടം ഉണ്ട്. നേരാ, വാങ്ങി പെമ്പിളയുടെ പേരിൽ എഴുതി വെച്ചായിരുന്നെ കൊള്ളായിരുന്നു. അതിലെത്തേർന്ന വസ്തു അല്ലായിരുന്നു. അല്ലേ, കുഞ്ഞെറുക്കൻ എപ്പോഴാ ഇതിനും മാത്രം സൗകര്യമായേ? കായ്ക്ക് തൊടാതെയും കണ്ട് കടത്തേണ്ട നിരങ്ങല്ലായിരുന്നോ? അയാൾ എങ്ങനാ വൈദ്യരെ 40 സെന്റ് പെരയിടവും വാങ്ങി കൊട്ടക കണക്കിന് ഒരു പെരയും വെക്കുന്നേ? യോ എന്റെ പൊന്നച്ചോ, തട്ടിപ്പല്ലയോ? കൈ കായും വെച്ചോണ്ട് വയറ് തപ്പി പിടിക്കുന്ന ജാതിയാ. തട്ടിപ്പും വെട്ടിപ്പും കൂടായ അതിന്റെ പേരല്ലയോ കുഞ്ഞെറുക്കനെന്ന്? അതെ, കുഞ്ഞെറുക്കന്റെ കൊച്ചിനെ അങ്ങ് ബോംബെല്ലാം കണ്ടെന്നാ പറയുന്നത്. അവൻ അവിടെ വലിയ ജോലി നിലയെന്നും പറയുന്നു. എല്ലാം പറയുന്നു, നമ്മൾ കണ്ടോ ഇല്ലേ? എന്തെങ്കിലും വലിയ വേലയായിരിക്കും. ഒലക്കയാ. അല്ലാതെ എങ്ങനെ ഇക്കണ്ട വലിയ പെര വെക്കുന്നു? എന്തോന്നാന്ന് പറഞ്ഞതും പൊന്നപ്പോ, ഇയാൾ കച്ചവടത്തിന് ചെന്നാൽ കൊച്ചി രാജ്യത്തിന്റെ വില പറയും കുഞ്ഞെറുക്കൻ. ചിലപ്പോഴൊരു കച്ചവടം വേണ്ടി വരും. ഇച്ചിരി കൂടി സൗകര്യം ഒക്കാനെ കൊണ്ട് കാത്തു നിൽക്കുക. അത് വെച്ചോണ്ട് നിന്നാ ശരിയാവത്തില്ല. മനസ്സിൽ തോന്നിയ കച്ചവടം അങ്ങ് നടത്തണം, അതാ പഴക്കം. അതെ പൊന്നപ്പോ, ഈ കച്ചവടത്തിന് വാട്ടം പിടിക്കാനെ കൊണ്ട് ഞാനുണ്ട് കരയില്. അയാളുടെ പേർക്ക് എന്തായാലും ഞാനുണ്ടെന്ന് എനിക്കും ഉണ്ടൊരു വാശി. ഇതേ കുറിപ്പച്ചോ, വാശിയുടെ വഴിയല്ല, കച്ചവടത്തിന്റെ വഴിയാ, കണ്ടോണം. ആ അല്ലേ, കുട്ടിയമ്മയോ? വാ കേറ്. ഇത് ശരിക്കും അത്ഭുതമാണ്. ഞാൻ കുട്ടിയമ്മയെക്കുറിച്ച് ഇപ്പോൾ ഓർത്തേ ഉള്ളൂ. എന്നെക്കുറിച്ചോ? ഞാൻ പിന്നെ ആരെക്കുറിച്ചാ ഓർക്കേണ്ടത്? ഇപ്പോഴെന്നല്ല, നേര് പറഞ്ഞാ ഇപ്പൊ എപ്പോഴും ഞാൻ കുട്ടിയമ്മയെക്കുറിച്ചാ ഓർക്കുന്നേ. എനിക്ക് ഓർക്കാനായിട്ട് ഇപ്പൊ വേറെ ഒന്നുമില്ല. എന്താ, ഓർത്തുവിടാന്നുണ്ടോ? അല്ല, അങ്ങനെയാണേലും ഞാൻ ഓർക്കും. ഓർക്കുന്നതിന് ആരുടെ അനുവാദം വേണ്ടല്ലോ, ചുമ്മാ ഓർത്താ മതിയല്ലോ. വാ. ആ വാ കുട്ടിയമ്മേ. തന്നെ ഓർക്കുന്നത് വായിച്ച് മനസ്സിൽ പതിഞ്ഞ ഒരു കവിത ഓർക്കുന്ന പോലെയാ. ഓർക്കണ്ടെന്ന് വിചാരിച്ചാലും മനസ്സിലേക്ക് അങ്ങ് കയറി വരും. വയലാർ എഴുതി അറിയത്തില്ലയോ? രാഗസാഗരത്തിന്റെ പങ്കായ ചാലിൽ കൂടി മൂകയായൊരു കളിത്തോണി പോലൊഴുകി ഞാൻ. വളകൾ കിലുക്കിക്കൊണ്ടെൻ ചുറ്റും ചലിക്കുന്നു പുളക കുരുന്നുകളിളകും നീർപ്പോളകൾ. ഗാനമൻ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ കൊരുക്കുന്നു വാനില മയൽപ്പിട പീലികൾ വിടർത്തുന്നു. കുട്ടിയമ്മേ, കുട്ടിയമ്മേ, ഈ സന്തോഷമല്ല എനിക്ക് തന്നേച്ച് ഇയാൾ കരയാന്നോ? ഇയാളുടെ കണ്ണീരിനാന്നോ ഞാൻ സന്തോഷിക്കണ്ടേ? ആർക്കേലും സന്തോഷം തരാൻ എൻ്റെ അതില്ലല്ലോ. ആരേലും ഏൽപ്പിക്കാൻ ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു ജീവിതം പോലും ഇല്ലാതായി. എന്നുവെച്ചാ എന്താവാ, തെളിച്ചു പറ. ഞാനിത് മടുത്ത്. എനിക്ക് വയ്യനി മടുപ്പ് സഹിച്ചുകൊണ്ടുള്ള ജീവിതം. കുട്ടിയമ്മേ, ഇയാൾക്ക് മടുത്ത എന്തുവാ?
ജീവിതം മടുത്തവർക്ക് എന്തോ പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അവരെല്ലാത്തിന്നും ഓടി ഒളിക്കാൻ നോക്കും. ചുറ്റിനും നിൽക്കുന്ന ഒന്നും അവർ കാണത്തില്ല. വളരാനുള്ള മണ്ണും വളവും വെള്ളവും ചിറ്റിപ്പടരാനുള്ള കൊമ്പും എല്ലാം ഉണ്ടായിട്ടും ഒരു ചെടി വാടിപ്പോയ അതിന്റെ കേട് ആർക്കാന്ന് പറയും? ചെടിക്ക് തന്നെ. മടിക്കുന്നേ ജീവിതത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാ. നമ്മുടെ കുഴപ്പം നമ്മൾ ജീവിതത്തിന്റെ പുറത്ത് വെച്ച് കിട്ടുന്നയാ. ഞാൻ എൻ്റെ വിധി ഇങ്ങനെ ആയേ എൻ്റെ കുഴപ്പമാണോ? എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്യുന്നില്ലയോ? എന്നിച്ചും വയ്യാതായ വിധി. കുട്ടിയമ്മേ, ഇയാൾക്ക് എന്തവാ ഇപ്പൊ പ്രശ്നം? ചോദിച്ചേ തെറ്റുണ്ടേ മറന്നേക്ക്. ഇനി ഇയാളോട് എനിക്കൊന്നും പറയാനുമില്ല. ചിലപ്പം എൻ്റെ ആയിരിക്കും തെറ്റ്. ജീവിതം അടുത്തപ്പോഴായിരിക്കും ഞാൻ തന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചേ. അല്ലെന്ന് പറയുന്നത് എങ്ങനാ? എൻ്റെ മടുപ്പിന് ഞാൻ ഇന്നലെ പോലല്ല ഞാനിന്ന്. ഇനിയും ഞാൻ നിങ്ങൾ കണ്ട പോലല്ല. അതാ എനിക്കെന്തോ മടുപ്പായാലും ഒന്നും ആഗ്രഹിക്കാനും തീരുമാനിക്കാനും പറ്റത്തുമില്ല. ഞാൻ ഇനി ഒരു കടക്കാരിയാ. എന്റെ ജീവിതം മൊത്തം കൊണ്ട് തീരാൻ പോകുന്നില്ലത്. അത് തീരുന്നേ ഇനി ഞാനില്ലാതാവുമ്പോഴായിരിക്കും. അതീ വലിയ കടം ജീവിതത്തിൽ വരച്ചു വയ്ക്കാൻ പറ്റത്തില്ല എനിക്ക്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇനിയും എനിക്ക് പറയാനെ കൊണ്ടൊന്നുമില്ല. കുട്ടിയമ്മേ, താൻ പറഞ്ഞത് തൻ്റെ ജീവിതത്തെക്കുറിച്ചാ. അല്ലേലും അത് തൻ്റെ മാത്രം ജീവിതമല്ലയോ? പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തെക്കുറിച്ചാ. അത് പറയാനുള്ള തന്നോട് തന്നെയുവാ. എൻ്റെ ജീവിതത്തിൽ താനുണ്ട്, താനാ ഉള്ള. താനില്ലാതെയും കണ്ട് പറ്റത്തില്ലിനി. ഇതിൻ്റെ പേര് കടക്കാരനായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റത്തുമില്ല. ജീവിക്കുമ്പോൾ തന്നെയും കടവുള്ളയൊക്കെയും തീർക്കണം. അത് തീർക്കാനേ പാലാ ഇടമിറ്റത്ത് തോമാച്ചനറിയാം. അതിനുള്ള വഴി എൻ്റെ അപ്പനുണ്ടായിരുന്ന കാലത്തെ എനിക്ക് വേണ്ടി ചിന്തിച്ചായിരുന്നു കൂട്ടിക്കോ.